ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷൻ ആണ് ഉടനെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്? വിൽ ദേ കം ബാക്ക് ടു യു? അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, 3 ഓഫ് കപ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഓബ്സ്റ്റക്കിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ നിങ്ങളെ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ആ ഒരു അവയർനെസ് ഉണ്ടാവണം. ഒരിക്കലും ഏതൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്താൽ പോലും നിങ്ങളെ ഒരിക്കലും വിട്ടുമാറാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ഈ ഒരു അവയർനെസ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ശ്രമിക്കാനായിട്ട് തയ്യാറാണ് ഈ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട്. ഒരുപാട് അവർ തീരുമാനിക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനിയും എന്തൊക്കെയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത്, എന്തൊക്കെയാണ് തെറ്റുകൾ അവർ ചെയ്തിട്ടുള്ളത്, തിരുത്തേണ്ടത്, ഏത് ഭാഗമാണ് അവർ ക്ലിയർ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളായിരിക്കാം. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും കുറച്ച് പേർക്ക് ഇതിലൊരു ഫിനാൻഷ്യൽ ഡ്രോപ്പ് ഒക്കെ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഈ വ്യക്തിക്ക് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യങ്ങളുള്ള വ്യക്തികളുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ അവരോട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ട് പോലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തരാനോ റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും കഴിയാത്തതായിട്ടുള്ള സാഹചര്യം അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ലൈഫിലുണ്ട്. ലൈഫിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയമായിരിക്കാം. അതുകൊണ്ടൊക്കെ നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യെസ്, തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അറിയിക്കുന്നില്ല. അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തതായിരിക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് അവർ വളരെ ആക്റ്റീവായിട്ടും അവർ വളരെ എന്താണ് നിങ്ങളുടെ ഇല്ലാതെ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ റിയാലിറ്റി അതല്ല. ആ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവർ ആകെ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് ഒരു ചിന്തയുള്ളത്, നിങ്ങൾ ഒരു അവസരം കൂടി അവർക്ക് നൽകുമോ? അവർ നിങ്ങളിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ടും കാണുന്നുണ്ട്. അവരായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ നൽകി എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇനിയും എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരേണ്ടത്? ലൈഫിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം, ആ ഒരു സ്നേഹബന്ധത്തിനെ ഇനിയും എങ്ങനെയാണ് പഴയ രീതിയിൽ കൊണ്ടുവരേണ്ടതെന്ന് ഓർത്ത് ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതിന് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്കായിട്ട് തന്നെ സഫർ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങളെ അവർക്ക് വേദനിപ്പിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഈ ഒരു സമയത്ത്. 6 ഓഫ് വാൻഡ്സ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരൊരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ മുന്നിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം അവർ അവഗണിച്ചുകൊണ്ട് തന്നെ, അതിനെ എതിർത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. മേ ബി ആ ഒരു ഡിസിഷൻ അവർ ഇതിനോടകം തന്നെ എടുക്കുന്നുണ്ടാവാം. ഓക്കെ, യെസ്, ആ ഒരു മെമ്മറീസ് ആണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ഓരോരോ മൊമെന്റ്സിനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. ആ നിമിഷങ്ങളാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിരുന്നത്. മേ ബി നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ പറ്റിയോ പ്രണയത്തെ പറ്റിയോ ഒന്നും അവർക്ക് ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ ഒരു റിയാലിറ്റി മനസ്സിലായിരുന്നില്ല. ഓക്കെ,
നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിന് എന്തെല്ലാം മാറ്റങ്ങളാണ് നൽകിയിരുന്നത്, എന്തൊക്കെ സന്തോഷങ്ങളാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയത്തിൽ ഒരു റീബർത്ത് ഉണ്ടാവണമെന്നും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്നും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം, ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അതിനുള്ളൊരു ശ്രമങ്ങൾ ഈ വ്യക്തി ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടായിരിക്കണം. എത്ര തന്നെ തകർന്നു പോയാലും, എത്ര തവണ അവർ പരാജയപ്പെട്ടാലും, മേ ബി ചിലപ്പോൾ ഇത്രയും വേദന നിങ്ങൾക്ക് തന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാലും നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീരുമാനിക്കുന്നത് നിങ്ങൾ ഇനി അവർക്കൊരു അവസരം കൊടുത്താലും ഇല്ലെങ്കിലും, അവരെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും, അവര് അവരുടെ ആ ഒരു ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഡിസിഷനാണ് ഈ വ്യക്തി ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നാണ് കാണുന്നത്. മേ ബി അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫലങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, മേ ബി അത്തരം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഒരു ലവേഴ്സ് കാർഡാണ്. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാർഡ് ഇനി വേറെ വരാനില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഇതെല്ലാം അവഗണിച്ച് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാനുള്ള ഒരു ഡിസിഷനാണ് ഈ ഒരു സമയം അവർ എടുത്തിട്ടുള്ളത്. ഓക്കെ, അത്രമാത്രം ഒരു ഗിൽറ്റ് ഫീൽ അവർക്ക്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഒത്തിരിയും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ചിന്തകളിലൂടെ വരുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണെന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുകയാണ്. ആൻഡ് യു ആർ മൈൻ, ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ അവരുടേതാണ്, അവർ നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ഗീവ് മീ ടൈം. ഓക്കെ, കുറച്ച് ടൈം കൂടി അവർക്ക് നിങ്ങൾ നൽകുമോ? ആൻഡ് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം. ഐ സീ യു ഇൻ മൈ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങളെ അവരോടൊപ്പം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ. നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആ വ്യക്തിക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ്.